തിരുവചനം തിരുവചനം. സ്നേഹമുള്ളവരെ, വളരെ സന്തോഷത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ ഞാൻ അഭിവാദനം അർപ്പിക്കുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ധാരാളമായ അനുഗ്രഹങ്ങളും ഉണർവും സന്തോഷമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും പ്രസന്നമായി ആരംഭിച്ചും പ്രസന്നമായി കൊണ്ടുനടക്കാൻ സാധിക്കുന്ന ഒരു ഉന്നതമായ ജീവിത ദർശനം നമുക്കെന്നും സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ. ചുറ്റിലുമൊക്കെ അസ്വസ്ഥതകളും വിഷമങ്ങളും ഉണ്ടാകുമ്പോഴൊക്കെ എല്ലായിടും സന്തോഷത്തോടെ പെരുമാറാനും ഏറ്റവും ഹൃദ്യമായി പെരുമാറാനും നമുക്ക് സാധിക്കണം എന്നാണ് ഞാൻ പേഴ്സണലായി ചിന്തിക്കുന്നത്. ഇന്ന് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്ന ചിന്തകൾ ഞാൻ എടുത്തിരിക്കുന്നത് ലൂക്കാസ് വിശേഷത്തിൻ്റെ 19-ാമത്തെ അധ്യായത്തിലാണ്. 19-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 10 വരെ വചനഭാഗം സാധാരണ എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. സക്കേവൂസിൻ്റെ കഥ. ആ കഥയ്ക്ക് ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വചനഭാഗവും അതുതന്നെയാണ്. 33 വർഷങ്ങൾക്ക് മുമ്പ് ആലുവ മംഗലപ്പുഴ സെമിനാരിയുടെ ചാപ്പലിരുന്ന് ഞാൻ കുറിച്ചു വച്ച കവിതയാണ് അനശ്വരമായ ഗാനമായി കടന്നു വന്നത്. എൻ ജീവിതമാം ഈ മരക്കൊമ്പിൽ നിൻ്റെ വരവിനായി കാത്തിരിപ്പു, എൻ നാമം ഒന്ന് നീ വിളിക്കുവാനായി ആശയോടെന്നും ഞാൻ കാത്തിരിപ്പു. പൗരോഹിത്യം സ്വീകരിക്കാൻ പോകുന്നതിന് മുമ്പ് അതിനുവേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഞാൻ യേശു വരാൻ വേണ്ടി മരക്കൊമ്പിൽ കാത്തിരുന്ന സക്കേവൂസ് പോലെയാണ് എന്ന ചിന്തയിൽ നിന്നാണ് ആ വരികൾ കുറിച്ചത്. ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പനക്കിലച്ചൻ ആ പാട്ട് മനോഹരമായി ട്യൂൺ ചെയ്ത് യേശുദാസ് പാടിയ അനശ്വര ഗാനങ്ങളിൽ ഒന്നായി ഇന്ന് നിൽക്കുന്നു. ലോകത്തെവിടെ ചെന്നാലും എൻ ജീവിതമാമി ഈ മരക്കൊമ്പിൽ എന്ന പാട്ടിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കാറുണ്ട്. ഈ ദിവസം സക്കേവൂസിനെ കുറിച്ച് വീണ്ടും ഞാൻ ചിന്തിച്ചു. സക്കേവൂസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പരാജയം എന്തായിരുന്നു? നമുക്കറിയാം. ആ ബൈബിൾ ഭാഗം ഒന്നും കൂടെ ഭാവനയിലേക്ക് കൊണ്ടുവരിക. സക്കേവൂസ് ചുങ്കക്കാരനായിരുന്നു. ചുങ്കക്കാരൻ എന്ന് പറഞ്ഞാൽ ടാക്സ് കപ്പം പിരിക്കുന്നവരും. ആ കാലത്ത് യഹൂദർ റോമ രാജാവിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ യഹൂദന്മാരും നികുതി കൊടുക്കണം, ചുങ്കം കൊടുക്കണം. ഈ ചുങ്കം പിരിച്ചെടുക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് ചുങ്കക്കാരും. കൃത്യമായ ഒരു ലിസ്റ്റ്, ഏത് വീട്ടിൽ നിന്ന് എത്ര രൂപ വെച്ച് മേടിച്ചെടുക്കണം എന്ന ലിസ്റ്റ് റോമൻ ഭരണാധികാരികൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഇടത്തട്ടുകാരെന്ത് ചെയ്യും? ആ ലിസ്റ്റൊന്നും മാനിക്കാതെ ഇവർക്ക് തോന്നിയ രീതിയിൽ ആളുകളുടെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊന്നും മനസ്സിലാക്കാതെ പണം പിരിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ ഈ ചുങ്കക്കാരോട് ആൾക്കാർക്ക് ദേഷ്യമായിരുന്നു. ആളുകളോട് ക്രൂരമായി പെരുമാറുന്ന, ആളുകളെ മനസ്സിലാക്കാത്ത, ആളുകളുടെ നൊമ്പരങ്ങൾ ഉൾക്കൊള്ളാനാത്ത ഈ ചുങ്കക്കാരോട് ആളുകൾക്ക് അമർഷമായിരുന്നു, ദേഷ്യമായിരുന്നു, വെറുക്കുമായിരുന്നു. ഇവിടെ വീട്ടിൽ പോവില്ല. ഇങ്ങനെ ഇരിക്കുന്ന വ്യക്തിയാണ് സക്കേവൂസ്. ഇവന് പൊക്കം കുറവായിരുന്നു എന്ന് വചനം പറഞ്ഞു വെക്കുമ്പോഴും അത് ശരീരത്തിൻ്റെ പൊക്കം കുറവ് മാത്രമല്ല, ആളുകളുടെ മനസ്സിൽ ഇവനൊരു വിലയില്ലാഞ്ഞു. പൊക്കം കുറഞ്ഞവനാണ് ആളുകളുടെ മനസ്സിലും. ആളുകളുടെ മനസ്സിൽ ഔന്നത്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ലേ? ചില ആളുകൾ ചെറുതാണെങ്കിലും ആളുകളുടെ മനസ്സ് വലിയ ആളുകളാണ്. രാമപുരം പള്ളിയിൽ ചെല്ലുമ്പോൾ കുഞ്ഞച്ചൻ എന്ന് പറയുന്ന 5 അടി താഴെ പൊക്കം ഉണ്ടായിരുന്ന മനുഷ്യൻ, തേവറപ്പറമ്പിൽ അഗസ്റ്റിൻ എന്ന് പറയുന്ന അച്ഛനും കുഞ്ഞച്ചൻ എന്ന ആളുകൾ വിളിച്ചുകൊണ്ടുവന്നത് പൊക്കം കുറവ്. പക്ഷേ ഇന്ന് അദ്ദേഹം വിശുദ്ധനാണ്. എന്തൊരു ആത്മീയ ഔന്നത്യമാണ് അദ്ദേഹത്തിനുള്ളത്. കൂനി പിടിച്ചുപോയി മദർ തെരേസയ്ക്ക് ആത്മീയത്തിൽ എന്തൊരു ഔന്നത്യമാണുള്ളത്. ചില ആളുകളുടെ ശരീരത്തെക്കാൾ കൂടുതൽ ഔന്നത്യം അവർക്കുണ്ട്. പക്ഷേ സക്കേവൂസിന് എന്താ സംഭവിച്ചത്? സക്കേവൂസിൻ്റെ പൊക്കം കുറവ് എന്ന് പറയുന്നത് ശരീരത്തിന് മാത്രം പൊക്കം കുറവല്ല, ആളുകളുടെ മനസ്സിൽ അവന് യാതൊരു വിലയില്ലാനും. ഇങ്ങനെ ഇരിക്കുന്ന സക്കേവൂസിനാണ് ഒരു ദിവസം തോന്നിയത് യേശുവിനൊന്ന് കാണണമെന്ന്. യേശു അതിലേ പോകുന്നുണ്ട്, കാണാൻ വേണ്ടി വഴിയിലേക്ക് പോയി നിന്നാൽ മതി. എല്ലാവരും നിൽക്കുന്ന കൊടുത്ത് നിന്നാൽ മതി. അനേകർ നിൽക്കുന്നുണ്ടാകാം. പക്ഷേ അവിടെ പോയി നിന്നപ്പോഴാണ് സക്കേവൂസിന് മനസ്സിലായത് ഈ ചുങ്കമൊക്കെ പിരിച്ചു തന്നപ്പോഴേക്കും കുറേ ആളുകൾ മുമ്പിൽ നിൽപ്പുണ്ട്. ഒരു ഇന്നത്തെ നിലയിൽ രാഷ്ട്രീയക്കാരുടെ ഭാഷ പറഞ്ഞാൽ ഒരു റോഡ് ഷോ കടന്നു പോകും എന്ന് ചിന്തിക്കുക. അപ്പം സക്കേവൂസ് വന്നപ്പോൾ
മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പലരും പൊക്കവും മണ്ണുള്ള ആൾക്കാരാണ്. സക്കേവൂസൊന്നും കാണത്തില്ല. മുമ്പിൽ തന്നേക്കാൾ പൊക്കമുള്ളവർ നിൽക്കുന്നതുകൊണ്ട് ഇവന് ഈ പൊക്കക്കുറവ് ശരീരത്തിലുള്ളത് കൊണ്ടും കാണാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും ഇടയ്ക്കോട് തിക്കിക്കയറി മുൻവശത്തെ നിരയെ വരാവോ എന്ന് സക്കേവൂസ് നോക്കി. ഈ തിക്കി കയറാൻ നോക്കിയപ്പോഴാണ് ആൾക്കാർ നോക്കിയത് ആരാണ്? സക്കേവൂസ്. ഒന്നാമത് ദേഷ്യവും ഇഷ്ടമില്ലാത്തവൻ. ഇവൻ തിക്കിക്കയറിയപ്പം എല്ലാവരും അവനെ ഉന്തി പുറത്താക്കി. ഇവൻ വീണ്ടും പരിശ്രമിച്ചു, ആളുകൾ അടുപ്പിച്ചില്ല. ഒന്ന് കണ്ടോട്ടെ, ഞാനും കൂടെ നിന്നോട്ടെ, പോടാ ദുഷ്ട, നീ ഇവിടെ വന്നോടാ, എല്ലാവരും പുറത്താക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സക്കേവൂസിന് തോന്നിയത്, ഏതായാലും മനക്കെട്ട് ഇറങ്ങിയില്ലേ, കാണണ്ടേ, എങ്ങനെ കാണാൻ സാധിക്കും? അപ്പോഴാണ് തൊട്ടപ്പുറത്ത് മരം നിൽക്കുന്നത്. ഈ മരത്തിൽ വലിഞ്ഞു കയറിയത്. അതായത് സക്കേവൂസ് മരത്തെ കയറാൻ കാരണം യേശുവിനെ കാണാനുള്ള ആഗ്രഹമാണ് എന്ന് അടിസ്ഥാനമായി പറഞ്ഞാലും അതിൻ്റെ ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് കാരണം എന്താ? ആളുകൾ കൂടെ നിർത്താത്തതാണ്. ഞാനിങ്ങനെ ഭാവനയെ കാണും, ഈ സക്കേവൂസിനോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ, ആൾക്കാർക്ക് പ്രിയപ്പെട്ടതായിരുന്നെങ്കിൽ ആൾക്കാർ സക്കേവൂസിന് കയറി വാചേട്ടാ, കയറി വാചേട്ടാ, മുമ്പിലത്തെ നിരയെ കൊണ്ട് നിർത്തിയാനേ. അല്ലേ പുറകെ നിൽക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞു, അയ്യോ നമ്മുടെ പ്രിയപ്പെട്ട സക്കേവൂസ് ചേട്ടൻ വന്നിട്ട് യേശുവിനെ കാണാൻ വന്നല്ലേ, നമ്മളെന്ന് ഒതുക്കി കൊടുത്തേ, ഒന്ന് കയറി വന്നോട്ടെ, അല്ലെ നമ്മൾ തല കുനിച്ചു കൊടുത്തേ, നമ്മളൊന്ന് മാറിക്കൊടുത്തേ, ആരെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേനെ. പക്ഷേ ഒരാൾക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നില്ല ഇയാളോട് ഒരു പ്രീതി കാണിക്കാൻ ആർക്കും തോന്നിയില്ല. അതുകൊണ്ട് ആളുകളെല്ലാം തിക്കി പുറത്താക്കിയത് കൊണ്ടാണ്. എന്നാൽ കണ്ടിട്ടേ ഉള്ളൂ എന്ന് വാശി പിടിച്ച് സക്കേവൂസ് മരത്തേക്കരുത്. സക്കേവൂസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം ആളുകളുടെ മനസ്സിലുള്ള പ്രീതി പോയതാണ്. ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത അവസ്ഥയിലേക്ക് സക്കേവൂസ് മാറി. അതുകൊണ്ട് സക്കേവൂസിന് മരത്തേക്ക് കയറേണ്ടി വരുന്നു. അതുകൊണ്ട് സക്കേവൂസിന് മാറി നിൽക്കേണ്ടി വന്നു. യേശു സക്കേവൂസിന് എന്താ തിരിച്ചു കൊടുത്തത്? ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ ബൈബിൾ ഭാഗം അവസാനിക്കുന്നത് എന്ന് ബൈബിൾ വായിച്ചിട്ടുള്ളവർക്കറിയാം. സക്കേവൂസേ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിലേക്ക് വരുന്നു, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിലേക്ക് വരുന്നു. യേശു പറയാം. സക്കേവൂസ് മരത്തിൽ നിന്ന് ഇറങ്ങി തിടുക്കത്തിൽ ഓടിച്ചെന്ന് വീട്ടിൽ ചെന്ന് ഭക്ഷണമൊക്കെ ഒരുക്കും. ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ടും യേശു ചെന്ന് എങ്ങനെയാണ്? ശിഷ്യന്മാരെല്ലാവരെയും കൂട്ടിക്കൊണ്ടാണ് ചെന്നത്. എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചു. ചിലപ്പോൾ ഒരാൾക്കോ 2 പേർക്കോ ഉണ്ടാക്കിയ ഭക്ഷണം ഈ 12 തടിമാടന്മാരെ ശിഷ്യന്മാരെ കഴിച്ചപ്പോൾ ഒന്നും മിച്ചം കിട്ടിക്കാണിയല്ല. സക്കേവൂസ് ഒന്നും മിച്ചം ഉണ്ടായി കാണിയല്ല. പക്ഷെ ഇവരെല്ലാം കഴിക്കുന്നത്, ഇവരെല്ലാം വന്ന് സക്കേവൂസിനെ കൊന്നളാം, നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വെള്ളം കെടുത്തേ, കാപ്പിയും കെടുത്തേ എന്നൊക്കെ പറഞ്ഞ് ഇവർ സക്കേവൂസ് വർത്താനം പറഞ്ഞു കണ്ടപ്പോഴേ സക്കേവൂസിൻ്റെ മനസ്സംഗം നിറഞ്ഞു. ആരും സ്നേഹത്തോടെ മിണ്ടാത്തവൻ, ഒരാൾ പോലും പരിചയഭാവം പുതുക്കാത്തവൻ, ഒരാൾ പോലും സൗഹൃദഭാവം സൂക്ഷിക്കാത്ത ഈ സക്കേവൂസിൻ്റെ വീട്ടിൽ ഒരു വലിയ ആൾക്കൂട്ടം. ഈ ആൾക്കൂട്ടം നൽകിയ ഒരു ആവേശമുണ്ട്. എല്ലാവരും പടിവെച്ച് കയറി വീട്ടിൽ നിറഞ്ഞു തുളുമ്പുന്നൊരു ആവേശമുണ്ട്. ഇത് കണ്ടിട്ട് സക്കേവൂസ് പറഞ്ഞു, എനിക്ക് തൃപ്തിയായി, ഇനി എനിക്ക് സ്വത്ത് വേണ്ട, സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുത്തേക്കാം, ആരുടെയെങ്കിലും തുക വഞ്ചിച്ചെടുത്തെങ്കിലും 4 ഇരട്ടി തിരിച്ചു കൊടുത്തേക്കാം. അതായത് ഈ ആളുകൾ നൽകുന്ന ബന്ധം, ഈ പൊതിഞ്ഞു നിൽക്കുന്നതിൻ്റെ ഒരു ബന്ധമില്ലേ, അതാണ് പ്രിയപ്പെട്ടവരെ സക്കേവൂസിൻ്റെ ജന്മസാഫല്യം. അതായത് ഈശോ സക്കേവൂസ് തിരിച്ചു കൊടുത്തെന്താ? ആളുകളുമായുള്ള ബന്ധമാണ്, ആളുകളുടെ സൗഹൃദമാണ്. ആ സൗഹൃദമാണ് അതിനെ വിലപ്പെടുന്നത്. ഒരു പൂവിൻ്റെ സൗന്ദര്യം അതിൻ്റെ ഇതളുകളാണ് പ്രിയപ്പെട്ടവരെ. താമരപ്പൂവിനെ മനസ്സിൽ കണ്ടു നോക്ക്. ഈ നടുക്ക് നിൽക്കുന്ന മുട്ടോട് ഇങ്ങനെ ഇതളുകളായി പൂവിന്, അതല്ലേ താമരപ്പൂവിൻ്റെ സൗന്ദര്യം. ഒരു റോസപ്പൂവിൻ്റെ ഇതളുകൾ പറിച്ചു കളഞ്ഞപ്പോൾ റോസപ്പൂ കണ്ട് എന്ത് വൃത്തികേടാണ്. ഒരു മനുഷ്യജന്മത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവനോട് ചേർന്ന് എത്ര പേരുണ്ടെന്ന് നോക്കുന്ന ആളുകളാണ് ഇതളുകൾ. നീയാവുന്ന പൂവിനെ മനോഹരമാക്കുന്നത്, ആകർഷണീയമാക്കുന്നത് നിൻ്റെ കൂടെ എത്ര പേരുണ്ടെന്ന് നോക്കിയ. അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ, ഈ വചനം കേൾക്ക് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നത്, നിങ്ങൾ മനോഹരമായ ബന്ധങ്ങൾ സൂക്ഷിക്കണം. ഒരുപാട് പേരുടെ സൗഹൃദം സൂക്ഷിക്കണം. ഒത്തിരി പേരെ ചേർത്ത് നിർത്തണം. ആളുകൾ അടുത്ത് വരട്ടെ. പണം, ജോലി എന്നൊക്കെ പറഞ്ഞ് ആളുകളെ അകറ്റി കളയരുത്. ആളുകളാണ് പ്രധാനപ്പെട്ടത്. നിൻ്റെ അടുത്ത് നിൽക്കുന്ന നിൻ്റെ ഭാര്യ, നിൻ്റെ ഭർത്താവ്, നിൻ്റെ മകന്, നിൻ്റെ മകള്, നിൻ്റെ അയൽവക്കൻ, ഇവരാണ് പ്രധാനപ്പെട്ട ആ ഇതളുകളാണ് പ്രധാനപ്പെട്ടത്. അവരില്ലാതെ വേറെ എന്തെല്ലാം പേര് നീ എഴുതി വെച്ചാലും നിനക്കൊരു സൗന്ദര്യമില്ല.
ഞാൻ വലിയ താമരപ്പൂവാണ് എന്ന് എഴുതി വെച്ചിട്ട് ഇതിലില്ല താമരപ്പൂവിന് എന്ത് സൗന്ദര്യമുള്ളത്? ഞാനിപ്പോൾ ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന റോസപ്പൂവാണെന്ന് പറഞ്ഞിട്ട് ഈ റോസപ്പിൻ്റെ എതിരെല്ലാം പോയി കഴിഞ്ഞാൽ റോസപ്പൂവിന് ഭംഗിയുണ്ടോ? ഇല്ല. ഇതളുകളാണ് നിൻ്റെ സൗന്ദര്യം. എങ്കിൽ നീ ഏറ്റവും പ്രധാനമായി വിലപ്പെട്ടതായി സൂക്ഷിക്കേണ്ടത് നിൻ്റെ ഈ ബന്ധങ്ങൾ തന്നെയാണ്. ആളുകളുമായുള്ള ബന്ധം, അവരെ ചേർത്ത് നിർത്താനുള്ള ഒരു കൃപ, അതാണ് നേടിയെടുക്കേണ്ടത്. പ്രിയപ്പെട്ട, ഇന്ന് പലപ്പോഴും സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ആളുകളൊക്കെ അകറ്റി കളയുക, ആരോട് ബന്ധമില്ല, ഒറ്റ മരത്തിലെ കുരങ്ങ് പോലെ ജീവിക്കുക. ചില കുടുംബങ്ങളിൽ ഭാര്യ, ഭർത്താവ്, കൊച്ച്, വേറെ ആരും മിണ്ടിയില്ല. നമ്മളെ അയൽവക്കാരൊക്കെ വർത്തമാനം പറയണ്ടേ? അവർ നമ്മുടെ വീട്ടിൽ വരണ്ടേ? പണ്ടൊക്കെ ഒരു വീട്ടിൽ നിന്ന് എല്ലാ അയൽവക്കത്തേക്ക് ഒരുപാട് വഴിയുണ്ടായിരുന്നു. അവർക്ക് ഇങ്ങോട്ട് വരാനും നമുക്ക് അങ്ങോട്ട് പോകാനും. ഇന്ന് വഴികളെല്ലാം അടച്ച് ചുറ്റിലും മതിൽ കെട്ടിയിട്ട് ഒറ്റ വഴി മാത്രമേ, മുമ്പത്തെ വഴി, ഗേറ്റ് മാത്രമേ, അതിലൂടെ ഇറങ്ങുന്നു. പോസ്റ്റ് ഓഫീസിൽ കൈയിടുന്നവരായി. അപ്പോഴെന്താ സംഭവിച്ചത്? ഒരു കാലത്ത് ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് നിന്ന് പോയതുപോലെ നമ്മുടെ ജീവിതങ്ങൾ നിന്നു പോകും. പ്രിയപ്പെട്ട ആളുകൾക്ക് വരാനും പോകാനും വിശാലതയിലേക്ക് നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. ഈ കാലഘട്ടങ്ങളിൽ മനോഹരമായ ബന്ധങ്ങൾ സൂക്ഷിക്കാൻ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ പള്ളികളിൽ പോകുന്നത് പോലും ഞാൻ പറഞ്ഞു വെക്കും, പ്രാർത്ഥിക്കാൻ പോകുന്ന ഒപ്പം തന്നെ ഞാൻ സൂചിപ്പിക്കും. നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരും ഒരു വർത്തമാനമൊക്കെ പറഞ്ഞ് സൗഹൃദമൊക്കെ പുതുക്കിയിട്ടേ തിരിച്ചു പോരാവുള്ളൂ. അണ്ട് കുർബാന തുടങ്ങിക്കഴിഞ്ഞ് ഓടിച്ചെന്ന് വല്ലവനെ പുറകിൽ നിന്ന് കുർബാന കണ്ടുവച്ച് എല്ലാവരും ഇറങ്ങുന്ന മുമ്പ് ഇറങ്ങി തിരിച്ചു പോരുന്ന വേറൊരു ഒട്ടിന് ആധ്യാത്മികത ഈ കാലത്ത് അപകടമാണ്. പള്ളി നമുക്ക് ഒന്നിച്ചേരാനുള്ള ഇടവും കൂടെയാണ് പ്രിയപ്പെട്ടത്. പ്രാർത്ഥനാലയം മാത്രമല്ല, വർത്തമാനം പറയണം. അതുപോലെ തന്നെ ഓർക്കാം, വീടിൻ്റെ ഹൃദ്യതയിൽ ഒരുപാട് സംഭാഷണവും സംസാരവും സൗഹൃദങ്ങളും വീട്ടിലുണ്ടാകട്ടെ. നിങ്ങളുടെ അയൽവക്കങ്ങളോടും എല്ലാവരോടും നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കട്ടെ. അയൽവക്കാരെ ബഹുമാനിക്കട്ടെ, അയൽവക്കാരുടെ ആദരവ് സൂക്ഷിക്കട്ടെ. അവർ നിങ്ങളുടെ വീട്ടിൽ വരട്ടെ, നിങ്ങൾ അവിടെ വീട്ടിൽ വരട്ടെ. ഈ കഴിഞ്ഞ നോമ്പ് കാലഘട്ടത്തിൽ ഞാൻ അമേരിക്കയിലെ കുറേ പള്ളികളിൽ ധ്യാനത്തിന് വേണ്ടി പോയപ്പോൾ അവിടെ പ്രസംഗിച്ച എല്ലാ പള്ളികളിലും ഈ ഒരു ചിന്ത ഞാൻ പങ്കുവെച്ചു. ഞാൻ അവിടെ പറഞ്ഞു വെച്ചു, നിങ്ങൾ എന്തെങ്കിലും നാട്ടിലേക്ക് വരുമ്പോൾ ആ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഫോമിലൊന്ന് നടന്നേക്കരുത്. നാട്ടിൽ വന്നിട്ട് നിങ്ങളുടെ അയൽവക്കത്തെ പഴയ വീട്ടിൽ കൂടെ ഒക്കെ ഒന്ന് പോകണമെന്നൊക്കെ. പണ്ട് സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചവരുടെയും അയൽവക്കത്തെ വീട്ടിലൊക്കെ പോയി എന്നെ അസുഖമാണെന്നൊക്കെ ചോദിക്കണം. കാരണം അവരൊക്കെ ചോദിക്കുമ്പോൾ ഈ സാധാരണ മനുഷ്യർക്ക് എത്രമാത്രം ഇഷ്ടം തോന്നും. ബന്ധങ്ങളാണ് സുന്ദരം, ബന്ധങ്ങളാണ് ഏറ്റവും മനോഹരം. ബന്ധങ്ങൾ മുറിച്ച് കളയരുത്. ഈ നിങ്ങൾ ഓർക്കണം, നിങ്ങളെ മനോഹരമാക്കുന്നത് നിങ്ങൾക്ക് എത്രമാത്രം സൗഹൃദങ്ങൾ സൂക്ഷിക്കാനാവുമെന്നതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ആളുകളുമായി ബന്ധപ്പെട്ട് ആളുകളിൽ നിന്ന് അകന്നു കഴിയുമ്പോൾ നിങ്ങൾ ഒരു മാനസിക രോഗിയായി മാറുക. മാനസിക രോഗത്തിന് ഒന്നാമത്തെ ലക്ഷണം എന്താ? ആളുകളിൽ നിന്ന് അകലാനുള്ള പ്രലോഭനമാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ഒരു രംഗമുണ്ട്. കർത്താവ് ഒരിക്കൽ ഗരേസനടുത്ത് തടാകത്തിന് മറുകരയിലേക്ക് ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ ഒരു പിശാച് ബാധൻ യേശുവിനെതിരെ വരുന്നു. പിശാച് ബാധനെതിരെ വരുമ്പോൾ അവൻ പിശാച് ബാധനാണെന്ന് ആരും ഈശോട് പറഞ്ഞില്ല. അണ്ട കർത്താവെ ഒരു വട്ടം വരുന്നു, അണ്ട ഒരു പിശാച് വരുന്നു, സൂക്ഷിക്കണേ എന്നൊന്നും ആരും വിളിച്ചു പറഞ്ഞില്ല. പക്ഷേ അവൻ്റെ രീതികളും അവൻ്റെ ശൈലികളും കണ്ടപ്പോഴേ കർത്താവിന് മനസ്സിലായി അവൻ പിശാച് ബാധനാണെന്നും. അവനെക്കുറിച്ച് എന്താ വചനം സൂചിപ്പിച്ച് വെച്ചത്? ഒന്നാമത് പറഞ്ഞു വെച്ചു, അവൻ കല്ലറകളിലാണ് താമസിച്ചിരുന്നത്, അവൻ ഗുഹകളിലാണ് താമസിച്ചിരുന്നത്, ശ്മശാനങ്ങളിലാണ് താമസിച്ചിരുന്നത് എന്നൊക്കെ ഓരോ സുവിശേഷന്മാർ ഓരോ വാക്യം പറഞ്ഞു വെച്ചു. ശ്മശാനം എന്ന് പറഞ്ഞാൽ എന്താ? മരിച്ചവരെ അടക്കുന്ന സ്ഥലമാണ്. ജീവനുള്ളവരാരും അവിടെയില്ല. കല്ലറകൾ, ശവമാണ് അവിടെയുള്ളത്. ഗുഹകൾ, ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ. ഇവനെന്താ സംഭവിച്ചത്? ഇവൻ ജീവനുള്ള അപ്പൻ്റെ അടുത്തല്ല അവൻ കിടക്കുന്നത്, ജീവനുള്ള അമ്മയുടെ അടുത്തല്ല അവൻ കിടക്കുന്നത്, ജീവനുള്ള ഭാര്യയുടെ അടുത്തല്ല അവൻ കിടക്കുന്നത്, ജീവനുള്ള മക്കളുടെ കൂടെ അല്ല അവൻ കിടക്കുന്നത്. അവൻ ഗുഹയിലാണ് പോയി കിടക്കുന്നത്. ഇവൻ ശവത്തിനടുത്താണ് പോയി കിടക്കുന്നത്, ജീവനില്ലാത്തിനടുത്താണ് പോയി കിടക്കുന്നത്. അതായത് ജീവനുള്ളവരിൽ നിന്ന് മാറി ജീവനില്ലാത്തവരിലേക്ക് പോകാനുള്ളതാണ് അവൻ്റെ പ്രലോഭനം. അവൻ്റെ മാനസിക രോഗം അതാ. ജീവനുള്ള അപ്പൻ, ജീവനുള്ള അമ്മ, ജീവനുള്ള മക്കള്, സഹോദരൻ, ഇവരൊന്നൊക്കെ മാറി ജീവനില്ലാത്ത വസ്തുക്കളിലേക്കും ജീവനില്ലാത്ത ഇടങ്ങളിലേക്കൊക്കെ പിൻവലിക്കാനുള്ള പ്രലോഭനമാണ് പിശാച് ബാധ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലപ്പോഴൊക്കെ പലർക്കും സംഭവിക്കുന്ന അപജയവത ജീവനുള്ളവരെന്ന് മാറുക.
ഈയിടെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന സ്ത്രീ പറഞ്ഞ പരാതികളൊന്നും അച്ഛാ വീട്ടിൽ വന്നാൽ പോലും ഈ മനുഷ്യൻ കമ്പ്യൂട്ടറിൽ നിന്ന് മാറിയല്ലോ അച്ഛാ. അതായത് ഓഫീസിൽ കമ്പ്യൂട്ടർ വീട്ടിൽ വന്നാൽ എന്നോടൊരു വർത്തമാനം പറയണ്ടേ, വീട്ടിൽ വന്നിട്ടും ഇത് തോണ്ടിക്കൊണ്ടിരിക്കുക. ജീവനില്ലാത്ത ഈ ലാപ്ടോപ്പിൻ്റെ മുകളിൽ നിൻ്റെ കുടുംബത്തെ നശിപ്പിക്കണം നീ. ചിലർ പറഞ്ഞു നോക്കും ഫോണേല, എപ്പോഴും ഫോണേല. വീട്ടിൽ വരുമ്പോഴും ഈ ഫോൺ ഇത്രയും മാത്രം ഉപയോഗിക്കേണ്ടതുണ്ടോ? നിൻ്റെ വീട്ടിൽ നിൻ്റെ പിള്ളേരോട് വർത്തമാനം പറയാൻ, നിൻ്റെ ഭർത്താവിൻ്റെ വർത്തമാനം പറയാൻ, നിൻ്റെ സൗഹൃദം സൂക്ഷിക്കാൻ ഇടമല്ല നിൻ്റെ വീട്. ഇവിടെ എപ്പോഴും ഈ ഫോണും ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ഗുഹകളിലേക്ക് പിൻവലിയാൻ തുടങ്ങി നീ. അതായത് നീ പിശാച് ബാധയ്ക്കപ്പെട്ട് കഴിഞ്ഞു. നീ എന്താണ് കരണീയമായി ചെയ്യേണ്ടത് ഈ കാലഘട്ടങ്ങളിൽ? ആളുകളോട് സംസാരിക്കുക, ആളുകളോട് ചേർന്ന് നിൽക്ക്. മാർപ്പാപ്പ ഒരിക്കൽ ഈ ദിവസങ്ങളിൽ പഠിപ്പിച്ച പാടില്ലേ, നിൻ്റെ ഭക്ഷണമേശയിൽ ഫോണൊന്നും ഉണ്ടാകരുതെന്ന്. നീ അവിടെ വർത്തമാനം പറഞ്ഞ് സൗഹൃദം പുതുക്കി ബന്ധങ്ങൾ മനോഹരമാക്കണം. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്കൊരു മാനസിക ആരോഗ്യവും സന്തോഷവും കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ല മാർഗം ബന്ധങ്ങളെ മനോഹരമാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ്. നിങ്ങളെല്ലാവരുമായി ബന്ധം, വീടിൻ്റെ അകത്ത്. വീടെന്ന് പറഞ്ഞാൽ എന്താ? അതൊരു സ്നേഹത്തിൻ്റെ ഇടമാണത്. അവിടെ നല്ല സൗഹൃദം. ഇന്ന് പലപ്പോഴും നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും പാളിപ്പോകുന്നതിൻ്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കും, ഈ വീടിൻ്റെ അകത്തെ സൗഹൃദങ്ങളുടെ എതിലുകൾ പോയതുപോലെ പ്രശ്നം. വീടിൻ്റെ അകത്ത് കൂട്ടും തമാശയും സ്നേഹവും ഒക്കെ ഉണ്ടോ, അവരൊന്നും ആ വീട് വിട്ട് പോവുകയില്ല. എവിടെയെങ്കിലുമൊക്കെ ആ സൗഹൃദത്തിൻ്റെ ആ സുഗന്ധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചിലതൊക്കെ സുഗന്ധമാണെന്ന് വെച്ചാൽ പുറംചാടിപ്പോവും. ചില വീടുകളിൽ ചില ഭർത്താക്കന്മാർക്ക് ഈ ഒരു സൗഹൃദത്തിൻ്റെ ഒരു ഇടം കിട്ടാത്തതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ അയാൾ വേറെ ഇടങ്ങളിലേക്ക് തേടിപ്പോകുന്നത്. ചില വീടുകളിൽ ഭാര്യമാർക്കും ഈ സൗഹൃദത്തിൻ്റെയും വേണ്ടതാണെന്ന ബോധത്തിൻ്റെയും ഒരു ഇതിൽ സൂക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം മറുബന്ധങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഹൃദ്യമായ ബന്ധങ്ങൾ എല്ലാവരും സൂക്ഷിക്കണം. അത് വീട്ടിലാകാം, അയൽവക്കങ്ങൾ തമ്മിലാകാം. അയൽവക്കത്തെ കാണാനും മിണ്ടാനും വിളിക്കാനും വർത്താനം ഒരു സൗഹൃദങ്ങളാണ്. ഈ ഒരുപാട് മതിലുകളും ഗേറ്റുകളും ഒക്കെ സുരക്ഷിതത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് കെട്ടുന്നുണ്ടാകാം. അതിൽ ഞാൻ ദുസൂചനകളൊന്നും പറഞ്ഞു വെക്കുന്നില്ല. പക്ഷേ നിൻ്റെ ബന്ധങ്ങൾ മുറിയരുത്, നിൻ്റെ ബന്ധങ്ങൾ മുറിയരുത്. നീ അവരെയൊക്കെ വിളിക്കണം. അതുകൊണ്ടൊക്കെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കല്യാണങ്ങളും ആഘോഷങ്ങളും വിളിക്കുമ്പോഴൊക്കെ നീ പോകണം. അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം പോകുന്നില്ല, അവിടെ സംഭാഷിക്കാനും അവരുമായി ബന്ധം പുതുക്കണം. നീ പോകണം, നീ അവരെ കൂട്ടിക്കൊണ്ട് വരണം. ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ സമൂഹം മുന്നോട്ട് പോകാൻ നമ്മുടെ പൂർവികർ കണ്ടെത്തിയ മാർഗമായിരുന്നു കല്യാണത്തിന് പോകുന്നു, അവരെ വിരുന്നിന് കൂട്ടിക്കൊണ്ട് വരുന്നു, അല്ലെ അവരെ പരിപാടിക്ക് വിളിക്കുന്നു എന്നൊക്കെ പറ്റും. അതായത് ബന്ധങ്ങളുടെ നൂലിഴകൾ സൂക്ഷിക്കണം. ഈ ബന്ധങ്ങളുടെ ഇഴകൾ പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാ ജീവിതവും തകർന്നു പോകും. അതുകൊണ്ട് മനോഹരമായ ബന്ധങ്ങൾ ഇന്ന് പ്രത്യേകമായി സൂക്ഷിക്കാൻ ഓരോ വ്യക്തിയും അതിന് സമയം കണ്ടെത്തണം. പ്രത്യേകിച്ച് ഒരു ഇടവക സമൂഹം എന്നൊക്കെ ചിന്തിച്ച് വെക്കുമ്പോൾ ബോധപൂർവ്വം മനസ്സ് സൂക്ഷിക്കണം. സ്നേഹമുള്ളവരുടെ കൂട്ടായ്മയാണ് ഒരു ഇടവകം. ഇടവകയിലെ വികാരിച്ചൻ, ഇടവകയിലെ നേതൃത്വം കൊടുക്കുന്നവർ, ഇടവകയിലെ ഓരോ വ്യക്തി ചിന്തിക്കണം, നമ്മൾ ഒരു കുടുംബത്തിലെ അംഗമാണ്. ഒരു അതിർത്തിയല്ല പ്രശ്നം. നമുക്ക് ആ റോഡും പാലത്തിൻ്റെ അതിര് പറഞ്ഞ് നിൽക്കുന്ന സമൂഹമല്ല, ഒരു നല്ല ബന്ധം. ആ ബന്ധമാണ് നിങ്ങളെല്ലാം ചേർത്തെടുത്തേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ഇടവകയിലൊക്കെയുള്ള കുടുംബ കൂട്ടായ്മകൾ, സമ്മേളനങ്ങൾ, ഇതിലൊക്കെ പോയി പങ്കെടുക്കണം. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ തലശ്ശേരി അതിരൂപതയിൽ കുടുംബ കൂട്ടായ്മയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന വ്യക്തിയിൽ ഞാൻ ഈ ദിവസങ്ങളിൽ അവിടെ പഠിപ്പിക്കുന്ന പാഠങ്ങളൊന്ന്, നിങ്ങൾ ആ കൂട്ടായ്മയിൽ പോയി പങ്കെടുക്കുക, അവിടെ ഒന്നിച്ച് പ്രാർത്ഥിക്കുക, ഇത്തിരി വർത്തമാനം പറയുക, ഇത്തിരി ഭക്ഷണം കഴിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം പോകുന്നില്ല, പ്രാർത്ഥന എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗം മാത്രം. അതിനേക്കാൾ കൂടുതൽ എല്ലാവരുമായി ഒന്ന് വർത്തമാനം പറഞ്ഞ് ഒന്ന് ഗ്രീറ്റ് ചെയ്ത് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് പോകണം. നമ്മളൊരു മാസത്തിൽ 1.5 മണിക്കൂറൊക്കെ മാറ്റി വെക്കുന്നത് ബന്ധങ്ങൾ വളർത്താനതിന്. ബന്ധങ്ങൾ വികലമായി പോയാൽ പ്രിയപ്പെട്ടവരെ, അതോടെ നമ്മുടെ നാശങ്ങൾ ആരംഭിച്ചു തുടങ്ങി. എവിടെ ബന്ധം വഷളായോ അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയെ നഷ്ടപ്പെടും. എത്രമാത്രം ബന്ധങ്ങൾ സൂക്ഷിക്കാൻ സാധിക്കുന്നുവോ അത്രമാത്രമാണ് നമ്മൾ വളരാൻ തുടങ്ങുന്നത്. അതായത് മനസ്സിലുണ്ടാകുന്ന ഒരു വലിയ വളർച്ചയുണ്ട്.
അതുകൊണ്ട് സ്കൂളിൽ, സ്ഥാപനങ്ങളിൽ ഒക്കെ എല്ലാത്തിനും കൃത്യമായി ബന്ധം സൂക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നല്ല ബന്ധം സൂക്ഷിച്ചതൊക്കെ വിശുദ്ധമായ ഓർമ്മകളെ സൂക്ഷിക്കുന്നത്. ചിലപ്പോഴൊക്കെ ചില ആളുകൾ ഹോസ്റ്റലിൽ നിന്ന് ഓർക്കാറില്ലേ, ആ ഹോസ്റ്റൽ ജീവിതത്തിലെ കൂട്ടുകാരെയൊക്കെ ഇന്നും തേടിപ്പിടിക്കാനും ആ ബന്ധത്തിൻ്റെ ഓർമ്മയാണ്. അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ് ഒരു ബാച്ചുകാരെ ഓർമ്മിക്കുന്നു. കാരണം ആ ബന്ധങ്ങൾ അത്ര വിലപ്പെട്ടതാണ്. 10, 30, 40 വർഷം കഴിഞ്ഞും പഠിച്ച സ്കൂളിലൊക്കെ ചെന്ന് പഴയ കൂട്ടുകാരെ കാണുന്നതിൻ്റെ ബന്ധം സൂക്ഷിക്കുന്നതുകൊണ്ട് എത്രമാത്രം ഹൃദയത്തിനൊരു സംതൃപ്തിയാണ് കിട്ടുന്നത്. നിങ്ങളോടും പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ടാണ്. പ്രിയപ്പെട്ടെ, നിങ്ങളെല്ലാവരും നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കട്ടെ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പണങ്ങരുത്. എവിടെയൊക്കെ ആളുകളുമായി ഇൻട്രാക്ട് ചെയ്യാൻ, ആളുകളുമായി കൂട്ടിയേരാൻ കിട്ടുന്ന അവസരമുണ്ടോ അവിടെയൊക്കെ ചേരണം. ഈ രാഷ്ട്രീയവും പൊടിപ്പും ബഹളങ്ങളും മാത്രമല്ല, സ്നേഹപൂർവ്വം വർത്തമാനം പറഞ്ഞും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചും ഒന്നിച്ച് യാത്ര ചെയ്തുമൊക്കെ. കഴിഞ്ഞ ദിവസം ഞാനൊരു വ്യക്തിയോട് പറഞ്ഞു വെച്ചു, നിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ തീരാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, നീ നിൻ്റെ പിള്ളേരെയും കൂട്ടി ഒരാഴ്ച എവിടെയെങ്കിലും യാത്ര പോകും. നിൻ്റെ മൊബൈൽ ഫോൺ അത്യാവശ്യമാണ് വിളിക്കരുത്. നീ പോ. നീ നിൻ്റെ ഭാര്യ, നിൻ്റെ മക്കൾ, നീ നിൻ്റെ വണ്ടി ഓടിക്കുക, ഡ്രൈവറൊന്നും വെക്കരുത്. പോയി എവിടെയെങ്കിലും പോയി ഒരു താമസിച്ച് പിള്ളേരോട് കളിച്ച് ചിരിച്ച് വാ. അല്ല, തീർച്ചയായും എനിക്ക് അനുഭവം തോന്നിയത് ഇത്തിരി കലകവും ഇത്തിരി അസ്വസ്ഥത ഭാര്യയും ഭർത്താവും അവരതങ്ങ് തീരുമാനിച്ചു. ഞാൻ പിന്നീട് അറിഞ്ഞത് ഭാര്യയും ഭർത്താവും 3 മക്കളും കൂട്ടി അവർ നല്ലൊരു സ്ഥലത്ത് യാത്ര പോയി. ഒരു ദിവസം യാത്ര അവിടെ ചെയ്തു, അവിടെ പോയി ഒരു ദിവസം താമസിച്ചു, ഒരു ദിവസം അതിലേക്ക് കറങ്ങി, പിറ്റേ ദിവസം വന്ന് പറഞ്ഞു, അച്ഛാ ഭയങ്കര സന്തോഷമായി അച്ഛാ. കുറേയും കൂടെയൊക്കെ അവർ തമ്മിൽ സംബന്ധിച്ചു. ഫോൺ ഏറ്റവും വളരെ ഇൻഫർമേഷൻ കൈമാറാൻ വേണ്ടി മാത്രമാണ് ഫോൺ ഉപയോഗിച്ചേക്കുന്നത്. ആ കൂട്ടായ്മയും ബന്ധം അവർക്ക് ഒരു വർഷത്തെ മുഴുവൻ റിഫ്രഷ് ആകാൻ സാധിച്ചവർക്ക്. ഭാര്യയ്ക്കും ഭർത്താവും ഒന്നിച്ച് വർത്തമാനം പറഞ്ഞ കുട്ടികളെ തലകുത്തി പറഞ്ഞ് ഇയാളും പോയി ചിരിച്ച് കളിച്ച് നന്നായി പോകുന്നു. പ്രിയപ്പെട്ട, ഒരു മാനസികമായ വളർച്ചയുടെ ഭാഗം കൂടെ. അതുകൊണ്ട് ബന്ധങ്ങളെ മനോഹരമാക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുക. സക്കേവൂസ് നഷ്ടപ്പെട്ട ബന്ധം കർത്താവ് കൊണ്ടേ കൊടുത്തു. ഇന്നും കർത്താവ് അനേക ആളുകളെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നുണ്ട്. നിങ്ങൾ അവരെയൊക്കെ ചേർത്ത് നിർത്തിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. സക്കേവൂസ് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ആ നഷ്ടം സക്കേവൂസിന് വലിയ മാനസികമായൊരു വളർച്ചയാണ്. നിങ്ങളുടെ വീട്ടിൽ വരുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങളുടെ വാതിലുകളൊക്കെ തുറന്നു കിടണം അവർക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ അവരെ സ്നേഹപൂർവ്വം സ്വീകരിക്കണം, വർത്തമാനം പറയണം, അതിനുള്ള സ്ഥലങ്ങളുണ്ടാകണം. അവിടെയാണ് നിങ്ങൾ വളരാൻ പോകുന്നത്. പണം, മാത്രമല്ല പ്രിയപ്പെട്ടെ, പണം മാത്രമായി ജീവിതത്തിൽ അർത്ഥമെങ്കിലും സക്കേവൂസ് മരത്തേക്ക് കയറാൻ പോവുമോ? നമ്മുടെ ഈ കാലഘട്ടത്തിൽ പണത്തിന് വേണ്ടിയുള്ള വലിയ അമിതമായ വ്യഗ്രത കാണിച്ച് ഉള്ളിലെ സന്തോഷങ്ങളുടെ ഉറവകളൊന്നും പറ്റിച്ച് കളഞ്ഞേക്കണം. ഉണ്ട് നല്ല കൃത്യമായ ബന്ധങ്ങളുടെ പുതിയ വാതായനങ്ങൾ തുറക്കാൻ നിൽക്കിടയാകട്ടെ. സക്കേവൂസ് തുറന്നു കൊടുത്തതുപോലെ, വീടിൻ്റെ വാല് തുറന്നതുപോലെ മനസ്സ് തുറക്ക്. എല്ലാവരും കയറി വരട്ടെ, എല്ലാവരോടും വർത്തമാനം പറയട്ടെ, ഭക്ഷണം കൊടുക്ക്. അവരൊക്കെ പ്രിയപ്പെട്ട. അവർ വരുമ്പോഴാണ് നമുക്ക് എനർജി. അവർ കയറി ഇറങ്ങുമ്പോഴാണ് വീടായിത്തീരുന്നത് എന്നൊരു ചിന്ത നമുക്ക് സൂക്ഷിക്കാം. വലിയ സൗഹൃദങ്ങളുടെ ഒരു വസന്തം നിങ്ങളുടെ ജീവിതങ്ങളിൽ സംഭവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളെയൊക്കെ നീ വിളിച്ചിരിക്കുന്ന കൂട്ടായ്മയിലേക്കാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം പോലെ കൂട്ടായ്മയും ബന്ധവും സൂക്ഷിക്കുന്ന വ്യക്തികളായി ഞങ്ങളെ വളർത്തണമേ. ഞങ്ങളുടെ വീടും ഞങ്ങളുടെ സമൂഹവും ഞങ്ങളുടെ ഇടവകയും എല്ലായിടത്തും കൃത്യമായ ബന്ധങ്ങളുണ്ടാകട്ടെ. കർത്താവേ, നീ ഞങ്ങളോട് എന്നും വാത്സല്യത്തോടെ പെരുമാറുന്നുവല്ലോ. ഞങ്ങളുടെ ജീവിതങ്ങളിലും എല്ലാവരെയും സൗഹൃദത്തോടെ സൂക്ഷിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ കൃപവർഷിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. ആമേൻ.